ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 38 വർഷമായ തളർവാദം പിടിച്ച് കിടക്കുന്ന മനുഷ്യന് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയോ മറ്റുള്ളവരുടെ സഹായം തേടുകയോ ചെയ്തതായി നാം കാണുന്നില്ല. വേറൊരു തളർവാദ രോഗിക്ക് സുഖപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ 4 സുഹൃത്തുക്കൾ ചേർന്നാണ് അദ്ദേഹത്തെ യേശുവിന്റെ പക്കലേക്ക് മേൽക്കൂര പൊളിച്ചെത്തിച്ച് സൗഖ്യം ലഭിച്ചത്. വഴിയിലൂടെ ഈശോ പോകുന്നെന്നറിഞ്ഞ് ദാവീദിന്റെ പുത്രൻ ഞങ്ങളിൽ കനിയണമേ എന്ന് നിലവിളിച്ചപേക്ഷിച്ച യാചകരുണ്ട്. ഇവിടെ ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ഈശോ കടന്നു വന്ന് നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും സുഖപ്പെടണമെന്ന് പറയുന്നതിന് പകരം തന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിച്ച് പരാതിപ്പെടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനോടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. എങ്കിലും ഈശോ അയാൾക്ക് സൗഖ്യം നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളിൽ ചില തഴക്കദോഷങ്ങളിൽപ്പെട്ട് ഇങ്ങനെ തളർവാദം പിടിച്ച് നമ്മളും ചിലപ്പോൾ കിടപ്പിലാകുന്നുണ്ട്. മോചനം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുമായി ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിക്കുകയോ പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ നാം ചെയ്യാറില്ല. അതുകൊണ്ട് അതിൽ തന്നെ കഴിഞ്ഞു കൂടുകയാണ്, പൊരുത്തപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നൊരു മോചനം നേടാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശുവിനെ വിളിച്ചപേക്ഷിക്കാം, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.